ചർച്ച ചെയ്യുന്ന കാര്യം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ആദ്യമേ ഒരു ഹെൽത്ത് വാർണിംഗ് തന്നോട്ടെ. ഞാൻ പറയുന്നത് ഒരു സാധാരണ ശാസ്ത്രബോധത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ അഡ്വൈസ് അല്ല, മെഡിക്കൽ അഡ്വൈസ് അല്ല. ആർക്കെങ്കിലും ഇന്ന് സംസാരിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതായി സംശയിക്കുന്നുണ്ടെങ്കിൽ, അവർ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അതിന് പരിഹാരം തേടേണ്ടതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. നമുക്കറിയാം, യുവത്വത്തിൽ നമുക്ക് ഒരുപാട് ഊർജമുണ്ട്, എനർജിയുണ്ട്. നമ്മുടെ ശരീരം പലപ്പോഴും ശോഷിച്ചിരിക്കുന്നു. നമ്മൾ ഒരുപാട് ഓടുന്നു, ചാടുന്നു, ശരീരത്തിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. എത്ര ആഹാരം കഴിച്ചാലും കുട്ടികൾക്ക് വണ്ണം വയ്ക്കുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതി പൊതുവെ നിലനിൽക്കും. അതിന് വിപരീതമായിട്ട് ഉള്ള അവസ്ഥകളുമുണ്ട്. കുട്ടികളിൽ തന്നെ ഒബിസിറ്റി, പൊണ്ണത്തടി ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ഊർജം കുറയുന്നതായിട്ടും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അനാവശ്യമായിട്ടുള്ള ഭാരം കൂടുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഊർജത്തിന്റെ ഒരു സുലഭമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വയസ്സാകുമ്പോൾ ഊർജം കുറയുന്നതായിട്ടും തടി കൂടുന്നതായിട്ടും ഉള്ള ഒരു ഇൻവേർഷൻ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് നമ്മളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രായമായിട്ട് വരുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുവത്വത്തിലോ അല്ലെങ്കിൽ മധ്യവയസ്സിലോ എല്ലാം നമുക്കിത് ആരോഗ്യ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ഹെൽത്തിനെയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഈ ഊർജത്തിന്റെ ഒരു അഭാവം പലപ്പോഴും ബാധിക്കുന്നുണ്ട്. അത്തരം ഒരു 2 അവസ്ഥകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ അടുത്ത കാലത്ത് വന്നത്. അതിന്റെ ലിങ്കുകൾ, ആ പഠനത്തിന്റെ പേപ്പേഴ്സിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിൽ കൂടുതൽ ഭാരമുണ്ടാകുക, പൊണ്ണത്തടി എന്നൊക്കെ പറയും, ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാൻ വലിയ പ്രയാസമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഐസ് ഏജിലൂടെ കടന്ന് ഇവോൾവ് ചെയ്ത് വന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ആഹാരത്തെ ശരീരത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വിപരീതമായിട്ട് ഐസ് ഏജ് അവസാനിക്കുകയും നമ്മൾ സ്ഥാപിതമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷനിലേക്ക് പോവുകയും കൃഷിയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ നമുക്ക് ഫുഡ് സർപ്ലസ് ഉണ്ടായി. ഭക്ഷ്യസാധനങ്ങളുടെ ഒരു കൂടുതൽ നമുക്കുണ്ട്. അത് കാരണം നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നു. അതിനനുസൃതമായിട്ട് ഭക്ഷണത്തെ തേടി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ലാത്തത് കൊണ്ട് എക്സസൈസ് കുറയുന്നു. ഇത് രണ്ടും കാരണം ഒബിസിറ്റി അല്ലെങ്കിൽ തടി കൂടുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് ലോകത്തെങ്ങും നിലനിൽക്കുന്നുണ്ട്. ഈ ഒബിസിറ്റി പല കാരണങ്ങളാൽ ഉണ്ടാകാം, അതിന് പല കോസസും ഉണ്ടാകാം. പക്ഷേ അതിലെപ്പോഴും നിലനിൽക്കുന്ന ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു വല്ലായ്മ എപ്പോഴും ഉണ്ടാകും. ഒബിസിറ്റിയോടൊപ്പം കൂടെ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു വസ്തുത, ഒരു ലോ ഗ്രേഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയും. അതായത് വളരെ ചെറിയ തോതിലുള്ള ഒരു നീര് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. അത് ഊർജത്തിന്റെ ലഭ്യതയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഊർജത്തിന്റെ അവൈലബിലിറ്റി കുറയുന്നതായിട്ടും ഒരു ലോ ഗ്രേഡ് നീര് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അതിൻ്റെ ഒരു സിംറ്റമായിട്ട് ഒരു കുറഞ്ഞ തോതിലുള്ള ഒരു പനി, ഒരു ഫീവറും ക്രോണിക് ആയിട്ട് നിലനിൽക്കുന്നു. ഇതിന്റെ കാരണം നമ്മുടെ തന്നെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി കൂടുതൽ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതും ഒരു ചെറിയ പനി എപ്പോഴും നിലനിൽക്കുന്നതും നമുക്കൊരു ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുന്നതും. ഇതിന്റെ ഒരു മൂല കാരണം എപ്പോഴും ആ ക്ഷീണമാണ്. ഒരു ഊർജത്തിന്റെ കുറവ്, ശരീരത്തിന് ഒരു സുഖമില്ലായ്മ, ഒരു ഊർജമില്ലായ്മ, ഊർജസ്വലമാകാതിരിക്കുക എന്നൊക്കെ നമുക്ക് തോന്നുന്നത് നമുക്കൊരു ഊർജം കിട്ടുന്നില്ല. തടി കൂടുതലാണ്, ഊർജത്തിന്റെ ലഭ്യത കുറവാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ശാരീരിക ഘടകം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ നമ്മുടെ കോശത്തിനുള്ളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സങ്കേതമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ശരീരത്തിന് ശരിയായിട്ടുള്ള ആരോഗ്യത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മൈറ്റോകോൺട്രിയയുടെ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജം കിട്ടുകയുള്ളൂ. ഒബിസിറ്റിയിൽ നമ്മൾ സാധാരണ കാണുന്നത്
ഈ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് കുറയുന്നതായിട്ടാണ്. അത് പ്രത്യേകിച്ച് കാണുന്നത് നമ്മുടെ രക്തത്തിലുള്ള മോണോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കോശത്തിലാണ് മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി കുറയുകയും അത് കാരണം മോണോസൈറ്റ്സിൻ്റെ തന്നെ ഒരു പൊതു പ്രവർത്തനം ആവശ്യത്തിനുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. മോണോസൈറ്റ്സ് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ നീരുണ്ടാകുന്നത്. ഒരു ക്രോണിക് ആയിട്ടുള്ള ലോ ഗ്രേഡ് ഇൻഫ്ലമേഷനും അതിനോടൊപ്പം ഒരു ചെറിയ വല്ലായ്മ, ഒരു പനി പോലുള്ള ഒരു സിറ്റുവേഷനും നമുക്കുണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് അടുത്ത കാലത്ത് മെക്സിക്കോയിൽ നടത്തിയ ഒരു പഠനം ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. അവർ ഹെൽത്തി ആയിട്ടുള്ള അഡൽട്ട്സിനെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിന് ഭക്ഷണം കുറയ്ക്കുക, കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റ് കൊടുക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഭക്ഷണം കുറയ്ക്കുന്നതിനോടൊപ്പം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, ഇടയ്ക്കിടയ്ക്ക് ഫാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഹാരം ഒഴിവാക്കുക, അങ്ങനത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് കിറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞു, അതായത് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ള ഡയറ്റ്, സ്റ്റാർച്ചും ഷുഗറും ഒക്കെ കുറയ്ക്കുന്ന ഒരു പ്രത്യേകതരം ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. നാലാമത്തെ ഗ്രൂപ്പിന് സാധാരണ ഫുഡാണ്, സാധാരണ ഡയറ്റ്, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഡയറ്റ്. ഈ പഠനങ്ങളിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ആദ്യത്തെ 3 ഗ്രൂപ്പുകളും ഫുഡ് റെസ്ട്രിക്ട് ചെയ്തവര്, ഫുഡ് റെസ്ട്രിക്ഷനോടൊപ്പം വ്രതമെടുത്തിട്ടുള്ളവര്, ഫാസ്റ്റ് ചെയ്തിട്ടുള്ളവര്, മൂന്നാമത്തെ കീറ്റോ ഡയറ്റിന് വിധേയമായവര്, ഇവർ 3 പേരിലും ഈ 3 ഗ്രൂപ്പുകളിലും മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി കൂടുന്നതായിട്ടും അങ്ങനെ ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയുന്നതായിട്ടും ശരീരത്തിന്റെ ആ വല്ലായ്മ ഇല്ലാതാകുന്നതും അതുപോലെ തന്നെ അത് തടി കുറയ്ക്കാനും സഹായിക്കുന്നതായിട്ടും ഇവർ കണ്ടെത്തി. ഈ ഒരു പഠനം വളരെ ചെറിയ ഒരു സാമ്പിൾ സൈസിലാണ്, ചെറിയ ഒരു കാലഘട്ടത്തിലാണ്, ഹെൽത്തി ഇൻഡിവിജ്വൽസിലാണ് നടത്തിയതെങ്കിലും വലിയ സൂചനകൾ നൽകുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോറിലേറ്റഡ് വിത്ത് മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് എന്നാണ്. ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന കാര്യം. ഇനി നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യത്തിലും ഈ മൈറ്റോകോൺട്രിയയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് രണ്ടാമത്തെ പഠനം കണ്ടു. നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ആവശ്യമുള്ള അവയവം നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ ശരീരത്തിന്റെ 20% ഊർജം ബ്രെയിനിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ അവിടെ മൈറ്റോകോൺട്രിയകൾ വളരെ ധാരാളമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. സാധാരണ ഒരു കോശത്തിൽ 100 കണക്കിന് മൈറ്റോകോൺട്രിയകളാണെങ്കിൽ ചില കോശങ്ങളിൽ അത് ആയിരക്കണക്കിനുണ്ട്. ലിവറിൽ, മസിൽ സെൽസിൽ എല്ലാം നമുക്ക് മൈറ്റോകോൺട്രിയ ആയിരക്കണക്കിന് മൈറ്റോകോൺട്രിയകളായിട്ട് കാണാം. എന്നാൽ നമ്മൾ ബ്രെയിനിൻ്റെ ന്യൂറോൺസിൽ വന്നു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് മൈറ്റോകോൺട്രിയകളാണ്. 20 ലക്ഷത്തോളം മൈറ്റോകോൺട്രിയകൾ ഒരു ന്യൂറോൺ സെല്ലിലുണ്ട്. അതിനേക്കാളും കുറവാണ് എങ്കിലും ഗ്ലിയാൽ സെൽസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാതെ ന്യൂറോൺസുകൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന ഗ്ലിയാൽ സെൽസിലും ധാരാളമായിട്ട് മൈറ്റോകോൺട്രിയകളുണ്ട്. രണ്ടാമത്തെ പഠനം കണ്ടെത്തിയത് നമ്മുടെ ഒരു മാനസികാവസ്ഥ അത് നല്ല രീതിയിൽ പോകുന്നതാണെങ്കിൽ, അതായത് നമുക്ക് നല്ല സോഷ്യൽ കണക്ഷൻസ്, നമുക്ക് നല്ല ലക്ഷ്യബോധം ജീവിതത്തിൽ, ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നതാണ് ആയിട്ടാണ് കാണുന്നത്. അതേസമയം മാനസികാവസ്ഥ അത്ര ശരിയല്ലാത്ത ആൾക്കാരിൽ, അതായത് ഡിപ്രഷന്, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലായ്മ, വിഷാദം തുടങ്ങിയ കാര്യങ്ങൾ ഉള്ള ആൾക്കാരിൽ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് വളരെ കുറഞ്ഞ തോതിൽ നിലനിൽക്കുന്നതായിട്ടും കാണാം. ഈ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യവുമായിട്ട് കോറിലേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ മെന്റൽ ഹെൽത്ത്, ഡിപ്രഷനിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരു പോസിറ്റീവ് ലൈഫ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറാൻ സാധിക്കും. അത് ചിലപ്പോൾ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യമുണ്ട്, മരുന്നുകളുടെ ഉപയോഗം ആവശ്യമുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് കൗൺസിലിങ്ങിലൂടെ, മരുന്നുകളൊന്നുമില്ലാതെ ഒരു ട്രെയിൻഡ് ഫിസിഷ്യൻ്റെ, സൈക്കോളജിസ്റ്റിൻ്റെ ഒരു മേൽനോട്ടത്തിൽ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസ് നല്ല രീതിയിൽ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി വലിയ ഒരു ഘടകമാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ. അത് ക്യാൻസർ മുതൽ മാനസിക പ്രശ്നങ്ങൾ വരെയുള്ള പല അവസ്ഥകളിലും മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം നിർണായകമാണ്. ഈ മൈറ്റോകോൺട്രിയയെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്കതിനെ ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. അതിൽ
ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു നല്ല ഡയറ്റ്, എക്സസൈസിങ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ മൈറ്റോകോൺഡ്രിയൽ ഹെൽത്തിനെ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒബിസിറ്റി, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിൽ വലിയൊരു പങ്ക് മൈറ്റോകോൺഡ്രിയൽ ഹെൽത്തും അതോടൊപ്പം തന്നെ അതിനെ പരിപോഷിക്കുന്ന ഒരു ഡയറ്റും എക്സസൈസും, അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് സാധിക്കും എന്നാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത്. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഘടകമാണ് സെല്ലിൽ. നമുക്ക് ഊർജം നൽകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് DNA ഉള്ള ഘടകം കൂടിയാണ്. നമ്മുടെ കോശത്തിനുള്ളിൽ വേറെ ഒരു ഘടകത്തിനും സ്വന്തമായിട്ട് DNA ഇല്ല. എല്ലാവർക്കും പൊതുവായിട്ട് സെല്ലിൻ്റെ ന്യൂക്ലിയസിലുള്ള DNA ആണുള്ളത്. എന്നാൽ മൈറ്റോകോൺഡ്രിയയ്ക്ക് മാത്രം സ്വന്തമായിട്ട് DNA നൽകിയിട്ടുണ്ട്. അതിന് സ്വന്തമായിട്ട് DNA നിലനിർത്താൻ ഇതൊക്കെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ടാണ്. പൊതുവായിട്ടുള്ള DNA മാത്രം ആശ്രയിക്കാതെ സ്വന്തമായിട്ടുള്ള DNAയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നടക്കും. അത് നമുക്ക് വലിയ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് മൈറ്റോകോൺഡ്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA ഉണ്ടാകുന്നത്. മൈറ്റോകോൺഡ്രിയയുടെ തകരാറുകൾ നമുക്ക് ഒബിസിറ്റി അല്ലെങ്കിൽ തടി കൂടുകൾ എന്നുള്ള അവസ്ഥകൾ മാത്രമല്ല, അല്ലെങ്കിൽ മാനസിക വിഷാദം എന്നുള്ള അവസ്ഥകൾ മാത്രമല്ല, പലതര രോഗങ്ങളിലും അതിന് ഒരു സാന്നിധ്യമുണ്ട്. മൈറ്റോകോൺഡ്രിയൽ ഹെൽത്തിൻ്റെ അഭാവം പലപ്പോഴും ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിൽ പെടാറുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അറിവുകൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തെ എങ്ങനെ നമുക്ക് നിലനിർത്താം, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ള കാര്യങ്ങളിൽ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റ്സ്, പുതിയ പുതിയ രീതികൾ ഒക്കെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതിൽ സഹായിക്കും.